ഗവർണർക്കെതിരായ പിണറായിയുടെ പരാമർശം കേരളത്തിന് അപമാനകരമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിആർപിഎഫിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായാണ് പിണറായി പരാമർശിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശം പിൻവലിച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും വി മുരളീധരൻ പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനമായിരുന്നു മുഖ്യമന്ത്രിയിൽ. അതിൽ അദ്ദേഹം സിആർപിഎഫ് കേന്ദ്രസേനയെയാണ് അപമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കേന്ദ്രസേനയൊക്കെ തന്നെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങളടക്കം ചോദിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകർ വിവാദ പ്രശ്നങ്ങളടക്കം ചോദിച്ചപ്പോൾ അതിനൊക്കെ വേറെ മറ്റുള്ളവർ മറുപടി പറയും, താൻ മറുപടി പറയാൻ ഇല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. ഇതൊക്കെ തന്നെ ഒരു രക്ഷപ്പെടൽ തന്നെയല്ലേ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലാണ് സിആർപിഎഫിന് നേരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. അതായത് സിആർപിഎഫ് കേരളം ഭരിക്കുമോ, ഒപ്പം തന്നെ സിആർപിഎഫ് സുരക്ഷയൊരുക്കുന്നത് RSSകാർക്കാണ് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതീവ ലജ്ജാകരമാണ്, കേരളത്തിനാകെ അപമാനകരമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അത് പിൻവലിച്ചുകൊണ്ട് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും വി മുരളീധരൻ പറയുകയുണ്ടായി. മാത്രവുമല്ല, ഈ മോദിയോടുള്ള അന്ധമായ വിരോധം കാരണം ഒരു സേനയെ തരംതാഴ്ത്തുന്ന തരത്തിൽ പരാമർശം മുഖ്യമന്ത്രി നടത്തരുതായിരുന്നു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയത് സംസ്ഥാന പോലീസിന്റെ വീഴ്ച വന്നതോടുകൂടി തന്നെയാണ് എന്നുള്ള പരാമർശവും വി മുരളീധരൻ നടത്തിയിട്ടുണ്ട്. കാരണം ഈ പ്രതിഷേധക്കാരായിട്ടുള്ള SFIക്കാർ ഗവർണറുടെ വാഹനം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആ സാഹചര്യത്തിലാണ് ഗവർണർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. മാത്രവുമല്ല, ഈ പ്രതിഷേധക്കാരെ നേരത്തെ മുൻകൂട്ടി തന്നെ മാറ്റി നിർത്താനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. പോലീസിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യവും വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന് സുരക്ഷ ഒരുക്കേണ്ടി വന്നത്. മാത്രവുമല്ല, ഈ ഗവർണറോട് സർക്കാരിന് ഇത്തരത്തിലൊരു വിരോധം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഗവർണർ കൂട്ടുനിൽക്കുന്നില്ല. സർക്കാരിന്റെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾക്ക് അതിനെതിരെ ഗവർണർ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് സർക്കാരിന് ഇത്തരത്തിൽ ഒരു വലിയ വിരോധം ഗവർണർക്ക് വരാൻ കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഗവർണറുടെ സഞ്ചാരപഥം എങ്ങനെയാണ് SFIക്കാരായിട്ടുള്ള ഗുണ്ടകൾക്ക് കിട്ടിയത്, അതെന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷിക്കാതിരുന്നത്? അത് അന്വേഷിക്കാതെ നേരെ സിആർപിഎഫിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ തരംതാഴ്ത്തുന്ന തരത്തിലേക്ക് ഒരു പരാമർശം നടത്തിയത് അതീവ ഖേദകരമാണ് എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് നമുക്ക് കരുതേണ്ടത്. കാരണം ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം അക്രമാസക്തമാകുന്നതടക്കം ഇന്നലെ കൊല്ലം നിലമേലിൽ രണ്ടിടത്താണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായത്. ഗവർണർക്കെതിരെ കൊല്ലം നിലമേലിൽ സമാനതകളില്ലാത്തൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നതിൽ. റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗവർണർ. അതിന് പിന്നാലെ ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോഴും SFIക്കാർ അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ പോലീസ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ തന്നെ നോക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസിനെ നിലക്ക് നിർത്തേണ്ടത്. അല്ലാതെ പോലീസിനെ അഴിച്ചുവിടുകയല്ല ചെയ്തത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയും ഇതിൽ പറയേണ്ടതുണ്ട്. അതൊക്കെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ സംസാരിച്ചതും ഒപ്പം കേന്ദ്രസേനയെ പോലും അപമാനിച്ചതും. രജനി, ഇതിൽ എടുത്തു പറയേണ്ടത് സാധാരണ രീതിയിൽ ഒരു പ്രതിഷേധമാണ് എങ്കിൽ നമുക്കതിനെ പരിഗണിക്കാൻ സാധിക്കും. അത് തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. റോഡ് സൈഡിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, മറിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ വരുന്ന ഒരു സാഹചര്യം, അത് ആ ഒരു പ്രതിഷേധത്തെ ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തിന് സുരക്ഷ ഒരുക്കേണ്ടി വന്നത്. പക്ഷേ ഈ സുരക്ഷ ഒരുക്കേണ്ട ആഭ്യന്തര വകുപ്പ് അവിടെ പരാജയപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ ഒരു വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർക്കെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നത്. സിആർപിഎഫിനെ, അതായത് ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു സേനയെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതും. എന്തായാലും ഗവർണർ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാതെ തന്നെയാണ് അദ്ദേഹത്തിനോട് സർക്കാർ കാട്ടുന്ന ഈ വിരോധത്തിന് കാരണമെന്നും വി മുരളീധരൻ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പരാമർശം കൂടി വി മുരളീധരൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ VD സതീശൻ ഈ പത്മ പുരസ്കാരം
പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്കിലൂടെ അടക്കം പങ്കുവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മമ്മൂട്ടിയെ പത്മ പുരസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതായിരുന്നു ഈ വി.ഡി. സതീശൻ വ്യക്തമാക്കിയ ഒരു കാര്യം. അതിൽ വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതായത് അതായത് നേരത്തെ പത്മ പുരസ്കാരത്തിന് പലരെയും പരിഗണിക്കുന്നത് മറ്റേതെങ്കിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നിലവിൽ പത്മ പുരസ്കാരത്തിന് എല്ലാവരെയും പരിഗണിക്കുന്നത് അവർ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണക്കാർക്കാണ് നിലവിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിൽ ഇനിയും അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് പത്മ പുരസ്കാരങ്ങൾ നേടാനുണ്ട് എന്നുള്ള പരാമർശവും വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശവും കേന്ദ്രസേനയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശവും പിൻവലിക്കണമെന്നുള്ളൊരു നിലപാടാണ് വി മുരളീധരൻ സ്വീകരിച്ചത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.